കറുത്ത മുത്ത് ഭാഗം 2. മുറിക്കുള്ളിലെ നേരിയ പ്രകാശത്തിൽ ഏതോ ഒരു നിഴൽ. പൊടുന്നനെ ഉറക്കത്തിൽ നിന്നുണർന്ന ഡെയ്സിയുടെ കണ്ണുകളിൽ അത്രയുമേ തെളിഞ്ഞുള്ളൂ. പരിഭ്രമിച്ചു പോയ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ഡാഡി, ഓടിവാ, കള്ളൻ, കള്ളൻ! മുമ്പോട്ട് കുതിച്ച് അവളുടെ വായ പൊത്തിക്കൊണ്ട് സിബി പറഞ്ഞു, കള്ളന് കിള്ളനൊന്നും അല്ലടി, ഇത് ഞാനാ. ആ സ്വരം ഡെയ്സി തിരിച്ചറിഞ്ഞു. അവൾക്ക് ആശ്വാസമായി. സിബിയോ? അതെടി, സിബി തന്നെ. അവൾക്ക് നേരെ സിബി അപ്പോഴും പല്ലു ഞെറുങ്ങി. അവന്റെ കയ്യിൽ സ്റ്റീഫന് വേണ്ടി ഡെയ്സി എഴുതിയ പ്രണയലേഖനം ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പാതിരാത്രിക്ക് എന്റെ മുറി കയറി എന്താ തപ്പുന്നത്? കട്ടിലിൽ ഡെയ്സി എഴുന്നേറ്റിരുന്നു. ഞാൻ തപ്പിയത് എനിക്ക് കിട്ടിയടി. അതെന്താണെന്നാ ചോദിച്ചത്? പ്രണയലേഖനം നീ സ്റ്റീഫന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുന്നത്. കയ്യിൽ ചുരുട്ടിക്കൂട്ടി പിടിച്ചിരുന്ന കത്ത് സിബി അവളെ കാണിച്ചു. പരിഭ്രമത്തിന്റെ പ്രതിച്ഛായ എന്നോണം ഡെയ്സിയുടെ മുഖം തെല്ലുവിളറി. അടുത്ത ക്ഷണം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ സിബിയുടെ കയ്യിലിരിക്കുന്ന ആ കടലാസിന് പിടുത്തമിട്ടു. മര്യാദയ്ക്ക് അതിവിടെ തരുന്നോ? ഒരു ഈറ്റപ്പുലിയെ പോലെ അവൾ ചീറി. തരാമടി. കൈവരിച്ച് സിബി അവളുടെ കരണ താഞ്ഞടിച്ചു. പ്രേമിക്കാൻ നിനക്ക് മറ്റാരെയും കിട്ടിയില്ലേടി? മേലെടുത്ത ക്ലീറ്റസ് മുതലാളിയുടെ മകൾക്ക് പ്രേമിക്കാൻ മാർക്കോയുടെ മകനെ കിട്ടിയുള്ളൂ അല്ലേടി? സിബി വീണ്ടും കൈ ഓങ്ങി. ആ കൈ ബലമായി തടഞ്ഞ് ഡെയ്സി അലറി. അതെ, അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ലടി. ആ ദരിദ്രവാസിയൊക്കെ അടുത്ത് നിന്ന് കുളിക്കണമടി. ഓഹോ! ഡെയ്സി പുച്ഛത്തിൽ മുഖം വക്രിപ്പിച്ചു. എങ്കിൽ പിന്നെ ആ വെറുപ്പെന്തിനാ മാർക്കോ പുലേന്റെ മകളോട് തോന്നാഞ്ഞത്? ശലോമിയോട്? മുഖമടച്ച് കിട്ടിയതുപോലെ സിബി ചൂളി. ഡെയ്സി അടിക്കാനാഞ്ഞ അവന്റെ കൈ മെല്ലെ താണു. നേരിയ ശബ്ദത്തിൽ അവന്റെ വാക്കുകൾ എഴിഞ്ഞു. അതുപോലാണടി ഇത്? അല്ല, അതുപോലല്ല. അത് പോലീസുകാരറിഞ്ഞ മേലെടുത്ത ക്ലീറ്റസ് മുതലാളി മകനും ഒരുപോലെ ഇരുമ്പഴികൾ എണ്ണിട്ട് വരും. ഓടിക്കൂടുന്ന നാട്ടുകാരൊക്കെ അപ്പന്റെ മകന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. വേണമെങ്കിൽ കല്ലെറിയുകയും ചെയ്യും. മകൻ ചെയ്ത തെറ്റിന് അപ്പനും പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരും. ഡെയ്സി! തളർച്ചയോടെ സിബി അവളുടെ വായ് പൊത്തി. ദൈവത്തെ ഓർത്ത് നീ ഇതൊന്നും വിളിച്ചു പറയാതെ. അക്കഥയൊക്കെ ഞാനും നീയും റോബോട്ടും അല്ലാതെ മറ്റൊരുത്തനും അറിഞ്ഞിട്ടില്ല. ഡാഡിയുടെ ചെവിയിൽ ആ കഥയെങ്ങാനും എത്തിയ എനിക്ക് പിന്നെ ഭൂമിയിൽ ജീവിക്കാനൊക്കെ ഇതാകൂ. ഇല്ല, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ പുണ്യാളച്ചൻ കളിച്ച് എന്നെ ഉപദേശിക്കാൻ വന്നേക്കരുത്. മര്യാദയ്ക്ക് ആ കത്തിങ്ങ് തന്നിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഡെയ്സി, ഉപദേശിക്കുകയല്ല, ഞാൻ നിന്റെ കാല് പിടിച്ച് കെഞ്ചുകയാ. സ്റ്റീഫനുമായി മേലിൽ ഈ ബന്ധം തുടരരുത്. 4 പേരറിഞ്ഞ എന്തൊരു നാണക്കേടാ. ഒരു നാണക്കേടും ഇല്ല. അക്കാലമൊക്കെ പോയി. മനുഷ്യനെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്ന കാലമായത്. നീ എന്നോട് തർക്കിക്കുകയാണോ? തർക്കിക്കേണ്ടി വന്ന സിബിയോടെന്നല്ല, ഈ ലോകത്തോട് മുഴുവൻ തർക്കിക്കാൻ ഈ ഡെയ്സിക്ക് കഴിയും. നിന്റെ തലയ്ക്കെന്തോ സ്ഥിരക്കേടുണ്ട്. സ്ഥിരക്കേടല്ലേ ഉള്ളൂ. സിബിയെ പോലെ മുഴുഭ്രാന്തില്ലല്ലോ. ഭ്രാന്ത്! സിബിക്ക് വീണ്ടും ദേഷ്യം എരച്ചു കയറി. ഡെയ്സിയെ അരച്ച് കലക്കി കുടിക്കാനുള്ളത്ര ദേഷ്യം. പക്ഷെ അവൻ നിയന്ത്രിച്ചു. അതല്ലാതെ മറ്റു മാർഗമില്ല. വേണ്ട, പൊല്ലാപ്പുകൾക്കൊന്നും പോകേണ്ട, മടങ്ങിയേക്കാം. കയ്യിലിരുന്ന കത്ത് ഡെയ്സിക്ക് നേരെ വലിച്ചെറിഞ്ഞു കൊടുത്ത് സിബി സ്വന്തം മുറിയിലേക്ക് മടങ്ങി. അകലെ എവിടെയോ നിന്ന് പൂങ്കോഴികൾ നീട്ടി കൂവി തുടങ്ങി. അവൻ വാച്ചിലേക്ക് നോക്കി. നേരം പുലറാറായിരിക്കുന്നു. അവൻ കിടക്കയിലേക്ക് മറിഞ്ഞു. പക്ഷെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണൊന്നു മൂടിയാൽ മുമ്പിൽ 2 ചെകുത്താന്മാരുടെ രൂപങ്ങൾ. 2 ശത്രുക്കൾ. ഒന്ന് സ്വന്തം നിലനിൽപ്പിനെതിരെയുള്ള ഭീഷണി, മറ്റൊന്ന് കുടുംബത്തിന്റെ അന്തസ്സിനും പ്രതാപത്തിനും എതിരെയുള്ള ഭീഷണി. റോബർട്ട്, സ്റ്റീഫൻ. ഇപ്പോ ഏറെ വൈരാഗ്യം തോന്നുന്നത് സ്റ്റീഫനോടാണ്. മേലെടുത്ത ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകളെ വശീകരിച്ചെടുക്കാനുള്ള തന്റെ ഇടം അവൻ എങ്ങനെ ഉണ്ടായി? ആ ചെറ്റയ്ക്ക് ഭീഷണിപ്പെടുത്തിയോ ശാസിച്ചോ ഡെയ്സിയെ പിന്തിരിപ്പിക്കാനാവില്ല. അവൾക്ക് മുമ്പിൽ നിവർന്നു നിൽക്കാനാവാത്ത ഒരു വൈതരണിയിൽ കുഴഞ്ഞു വീണിരിക്കുകയാണല്ലോ താൻ. ആ ശപിക്കപ്പെട്ട രാത്രി താനും റോബർട്ടും ചേർന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം ഡെയ്സി ഒളിഞ്ഞു നിന്ന് കണ്ടു. തനിക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളായി എല്ലാം അവൾ മുനുകൂർപ്പിച്ചു വച്ചിരിക്കുന്നു. ആ ആയുധങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുകയെ നിർവാഹമുള്ളൂ. പക്ഷേ സ്റ്റീഫൻ, അവനെ അങ്ങനെ അങ്ങ് വിട്ടുകൂടാം. നിലയ്ക്ക് നിർത്തണം. നേരം പുലരട്ടെ. നേരിൽ കണ്ട് അവനെ താക്കീത് ചെയ്യണം. മേലെടുത്ത ബംഗ്ലാവിലെ ക്ലീറ്റസ് മുതലാളിയുടെ മകളാണ് ഡെയ്സി എന്ന് അവനെ ഓർമ്മിപ്പിക്കണം. റോബർട്ടിന് മുമ്പിൽ താൻ പരാജയപ്പെട്ടു.
ഡെയ്സിയുടെ മുമ്പിലും സ്റ്റീഫന്റെ മുമ്പിൽ പരാജയപ്പെടാൻ പാടില്ല. അടുത്ത പ്രഭാതത്തിൽ സ്റ്റീഫന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയെ നടക്കുമ്പോൾ സിബിയുടെ മനസ്സിൽ ആ തീരുമാനം ദൃഢമായിരുന്നു. തന്റെ വീടിന് നേർക്ക് നടന്നു വരുന്ന സിബിയെ അകലെ വെച്ച് സ്റ്റീഫൻ കണ്ടു. ഡെയ്സി ഇവിടെ വന്ന വിവരം അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അന്വേഷണത്തിനുള്ള വരവാണ്. അതല്ലെങ്കിൽ പിന്നെ ശലോമിയെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടെ വരെ വരാൻ മനസ്സുണ്ടാകാത്തവൻ ഇപ്പോഴെന്തിന് ഇങ്ങോട്ട് വരണം? എന്താ സിബി, പതിവില്ലാതെ ഈ വഴിയൊക്കെ? അടുത്തെത്തിയപ്പോൾ സിബിയോടായി സ്റ്റീഫൻ ലോഹ്യം ചോദിച്ചു. പക്ഷെ സിബിയുടെ മുഖത്ത് ലോഹ്യഭാവമില്ലായിരുന്നു. കറുത്ത മുഖത്തോടെ അവൻ മറുപടി കൊടുത്തു. പതിവില്ലാത്ത പലരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നറിഞ്ഞു. ശലോമിയെ കാണാനില്ലെന്നറിഞ്ഞ് പലരും ഇവിടെ വന്നു, സിബി ഒഴികെ. പെണ്ണുങ്ങളെ കാണാതാകുന്നിടത്തൊക്കെ അനുശോചനം പറയാൻ പോകുന്ന പതിവ് എനിക്കില്ല. ഉയർന്ന തടവാടിത്തവും പ്രതാപവും ഉള്ളവരൊക്കെ അങ്ങനെയാ. അപ്പോ സ്റ്റീഫൻ അതൊക്കെ നല്ല ബോധ്യമുണ്ട് അല്ലേ? അതെന്താ സിബി, വളരെ ചെറുപ്പം മുതലേ നിങ്ങളെയൊക്കെ അറിയുന്നവരല്ലേ ഞാൻ. പരസ്പരം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാ. അക്കൂടെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. ഡെയ്സി എന്റെ പെങ്ങളാ, അത് മറക്കരുത്. സ്റ്റീവന്റെ മുഖത്ത് ഒരു പരിഹാസ ചിരി ഉണ്ടായി. വിളിച്ചു നിർത്തി സിബി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ആ സത്യം അറിയാം. അല്ല, ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാവുന്ന സത്യമാണല്ലോ അത്. പിന്നെ സിബി എന്നോടായി അത് ഊന്നിപ്പറയാൻ കാര്യം എന്താണെന്ന് ഞാൻ പറയാതെ സ്റ്റീഫൻ അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഏറെ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. എന്താ? എന്ത് വിശദീകരണം? അത് കൈകൊണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കരുതെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാ ഒരു തരം ഭീഷണി അല്ലേ? എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്റെ സിബി, എന്റെ വീട്ടിലേക്ക് ആര് കടന്നു വന്നാലും വരരുതെന്ന് ഞാൻ വിലക്കില്ല. ഈ വീട്ടിലേക്ക് ആര് കടന്നു വരുന്നതിനും എനിക്ക് എതിർപ്പില്ല. പക്ഷെ എന്റെ പെങ്ങളുണ്ടല്ലോ ഡെയ്സി, അവൾ മാത്രം ഇങ്ങോട്ട് കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിൽ സിബിയോട് ഡെയ്സിയോട് പറഞ്ഞാ പോരെ? ആങ്ങളുടെ വാക്ക് പെങ്ങൾ അനുസരിക്കാതിരിക്കുമോ? പെങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് സ്റ്റീഫനായിരിക്കും. ദോഷം? എന്തൊക്കെ ദോഷങ്ങൾ സംഭവിച്ചിരിക്കുന്നു എനിക്ക്? എല്ലാം ഞാൻ സഹിക്കുന്നില്ലേ? ഇനി സംഭവിക്കുന്ന ദോഷവും ഞാൻ അങ്ങ് സഹിക്കും. ഇത് പറയാൻ രാവിലെ സിബി ഇത്രയിടം ബുദ്ധിമുട്ടി വരേണ്ടിയിരുന്നില്ല. സ്റ്റീഫൻ വീണ്ടും വെയിലിൽ വെച്ചിരിക്കുന്ന വെടിമരുന്ന് കൈവിരലുകൾ കൊണ്ട് ചിക്കി നിരത്തി. ആ കൂസലില്ലായ്മയിൽ സിബിക്ക് കടുത്ത അമർഷമുണ്ടായി. താൻ ഈ ചെറ്റയ്ക്ക് മുമ്പിൽ ആരുമല്ലെന്ന അവന്റെ ഈ കൂസലില്ലായ്മയുടെ അർത്ഥം. എങ്കിൽ ശബ്ദം കൂടുതൽ ഗൗരവപ്പെടുത്തി സിബി പറഞ്ഞു, അവസാനമായി ഞാൻ പറയുകയാണ്, ഇനി മേലിൽ ഡെയ്സി ഇവിടെ വരാൻ ഇടയാകരുത്. വിരുദ്ധമായി സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. സിബി, മര്യാദ പറയുന്നവന്റെ മുമ്പിൽ തല തെല്ല് കുനിച്ചു കൊടുക്കാൻ എനിക്ക് മടിയില്ല. പക്ഷെ ഭീഷണിക്ക് മുമ്പിൽ തെല്ലും തലകുനിക്കുന്നവനല്ല ഞാൻ. മര്യാദ? നിന്റെ മുമ്പിൽ മര്യാദ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പറയുന്നത് അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ ഈ ഓളക്കൊടുങ്ങളിൽ വെന്ത് കരിയേണ്ടി വരും നിനക്ക്. എന്ന് വെച്ചാ ഇതിനുള്ളിലിട്ട് എന്നെ ചുട്ടുകളയുമെന്ന് അല്ലേ? നിവർന്നു നിന്നുകൊണ്ട് എളിച്ചെടിയിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് സിബിക്ക് നേരെ നീട്ടി സ്റ്റീഫൻ തുടർന്നു. ആണത്തമുള്ളവനാണെങ്കിൽ അതിപ്പോ തന്നെ ആവട്ടെ. ഇതാ തീപ്പെട്ടി. സ്വന്തം പൗരുഷത്തിന് നേർക്കുള്ള ആ വെല്ലുവിളി എങ്ങനെ നേരിടണമെന്ന് ഒരു നിമിഷം സിബിക്ക് ആലോചിക്കേണ്ടി വന്നു. പക്ഷേ അതിനു മുമ്പേ അവന്റെ കാതിൽ ഒരു വിളിയൊച്ച മുഴങ്ങി, സിബി. സ്റ്റീഫനും സിബിയും അങ്ങോട്ട് നോക്കി. വേഗത്തിൽ അവിടേക്ക് ഓടി വരുന്നു ഡെയ്സി. പാറമടയിലെ കരിങ്കല്ലിന്റെ കറുപ്പിൽ വീണ്ടും സ്റ്റീഫന്റെ വിയർപ്പ് മണികൾ അടർന്നു വീണു. പക്ഷെ മുമ്പത്തെ പോലുള്ള ആവേശം അയാൾക്കിപ്പോൾ അധ്വാനത്തിനില്ല. 60-70 രൂപ കൂലിയായി കയ്യിൽ വന്നാൽ അതെന്ത് ചെയ്യണമെന്ന് അയാൾക്കിപ്പോൾ അറിയില്ല. പാറമടയ്ക്ക് അടുത്തുള്ളൊരു ചായപ്പീടികയിലായിരിക്കുന്നു അയാളുടെ 3 നേരവുമുള്ള ഭക്ഷണം. അതിന്റെ ചെലവിന് വരുന്ന തുക കഴിഞ്ഞ് കയ്യിൽ മിച്ചമുള്ള പണം എന്തു ചെയ്യണമെന്ന് സ്റ്റീഫന് ചിലപ്പോഴൊക്കെ ആലോചിക്കേണ്ടി വരുന്നു. മുമ്പ് അങ്ങനല്ലായിരുന്നു. എത്ര വലിയ തുക കയ്യിൽ വന്നാലും പോരാ എന്ന ചിന്തയായിരുന്നു അയാൾക്ക്. ആകെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളേ ഉള്ളൂ. അവൾക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകുന്നത് നിർബന്ധമായിരുന്നു. ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പറുകളിൽ മിക്കവാറും ഏറെ മാർക്ക് വാങ്ങുക ശലോമിയായിരിക്കും. സന്തോഷത്തോടെ അവൾ ആ വിവരം പറയുമ്പോൾ നല്ലൊരു സമ്മാനം അവൾക്ക് വേണ്ടി സ്റ്റീഫൻ മനസ്സിൽ കുറിച്ചിട്ട് കഴിയും. ഒന്നുകിൽ ഡ്രസ്സിന്റെ ഫാഷനുകളിൽ ഒരു ലേറ്റസ്റ്റ് മോഡൽ, അല്ലെങ്കിൽ ടൗണിലെ സിനിമാ തിയേറ്ററിൽ നല്ല ഫിലിം, ഒപ്പം ഒരു മിനി പിക്നിക്കും. അതുമല്ലെങ്കിൽ
കോസ്മെറ്റിക്സിന്റെ കുറെ വെറൈറ്റീസ്. ഇപ്പോ അതിനൊന്നിനും വേണ്ടി പണം ചെലവഴിക്കേണ്ടതില്ലെന്നായിരിക്കുന്നു സ്റ്റീഫന്. ശലോമി എന്ന കുഞ്ഞുപെങ്ങൾ അയാൾക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഏതോ ഒരുവന്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയി പോലും. ഇന്നും ആ കത്തിന്റെ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കുവാൻ സ്റ്റീഫൻ ആവുന്നില്ല. തന്റെ കുഞ്ഞുപെങ്ങൾ അങ്ങനെ ഒരു അവിവേകത്തിന് മുതിരുമോ? ഇല്ലെന്ന് വിശ്വസിക്കാനും വയ്യ. ശലോമിയുടെ സ്വന്തം കൈപ്പടയിലുള്ള കത്ത്, ഒരു ദുരന്ത സ്മാരകം എന്നോണം സ്റ്റീഫൻ അത് ഇന്ന് സൂക്ഷിക്കുന്നു. ശലോമിയെ ഭീഷണിപ്പെടുത്തി സിബിയും റോബർട്ടും കൂടി എഴുതിച്ച കത്താണതെന്ന് സ്റ്റീഫൻ അറിയില്ലല്ലോ. പാറമടയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ശലോമി സംസാര വിഷയമാകാറുണ്ട്. പാറമടയിലെ പണി കഴിഞ്ഞ് സ്റ്റീഫൻ വീട്ടിലേക്ക് വരുമ്പോൾ ഡെയ്സിയെ കുറിച്ച് ഓർത്തു. താനും സിബിയും വഴക്കുണ്ടാക്കുമെന്ന് കരുതിയ അന്നവൾ ഓടി വന്നത്. ഒരു കണക്കിന് ഡെയ്സി വന്നത് നന്നായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്ന് അവിടെ നടന്നേനെ. സ്റ്റീഫൻ വീട്ടിലെത്തുമ്പോ മേശപ്പുറത്ത് മനോഹരമായ ഒരു കടലാസ് പൊതി. സമ്മാനമായി മുമ്പ് വയലിൻ കിട്ടിയ അതേ ഇടത്ത് തന്നെ. ആകാംക്ഷയോടെ സ്റ്റീഫൻ അത് തുറന്നു. ആകാശ നീലിമയുടെ നേർത്ത നിറമുള്ള ഒരു പാൻസും ഷർട്ടും, ഒപ്പം ഡെയ്സിയുടെ ഒരു കുറിപ്പും. എനിക്കേറെ ഇഷ്ടമുള്ള നിറം. ഈ നിറത്തിൽ സ്റ്റീഫനെ കാണാൻ കണ്ണുകൾക്ക് കൊതിയാവുന്നു. ഞായറാഴ്ച 1-ാം ആരാധനയ്ക്ക് ഞാൻ പള്ളിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. വരില്ലേ എന്റെ സ്റ്റീഫൻ? വരില്ലേ? വരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അതിൽ പേരെഴുതി ഒപ്പിട്ടിരുന്നു ഡെയ്സി. ആശ്ചര്യം കൊണ്ട് സ്റ്റീഫൻ ഏറെ നേരം ആ സമ്മാനപ്പൊതിയിലേക്ക് കണ്ണും നട്ടു നിന്നു. വരില്ലേ എന്റെ സ്റ്റീഫൻ, വരില്ലേ? ആത്മാവിൽ രാഗബന്ധനമായ ഒരു ഗാനമായി ആ ചോദ്യം വീണ്ടും വീണ്ടും മുഴങ്ങുന്നു. ഞായറാഴ്ച 1-ാം ആരാധനയ്ക്ക് പോകാൻ സ്റ്റീഫൻ തയ്യാറെടുത്തു. ഡെയ്സിയുടെ സമ്മാനമായ പാൻസും ഷർട്ടും കയ്യിലെടുക്കുമ്പോ ഒരിക്കൽ കൂടി സ്റ്റീഫൻ ചിന്തിച്ചു, ആ മുതലാളി പെണ്ണിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ തുള്ളേണ്ട കാര്യമുണ്ടോ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഒരു ഭീഷണിയുടെ നിഴലെന്നോണം സ്റ്റീഫന്റെ മനസ്സിൽ സിബിയുടെ മുഖം തെളിഞ്ഞു. എന്നിട്ടും ഡെയ്സിയുടെ സമ്മാനമായ ആ പാൻസും ഷർട്ടുമായിരുന്നു ആരാധനയ്ക്ക് പള്ളിയിൽ എത്തുമ്പോ സ്റ്റീഫന്റെ വേഷം. പള്ളിനടയിൽ വെച്ച് സ്റ്റീഫൻ ഡെയ്സിയെ കണ്ടു. അയാൾക്ക് അത്ഭുതമായി. ആകാശ നീലിമയുടെ നിറമുള്ള സാരി, മാച്ച് ചെയ്യുന്ന ചോളി. പള്ളി അങ്കണത്തിൽ കൂടി നിന്നിരുന്ന ചിലരെങ്കിലും ക്ലീറ്റസ് മുതലാളിയുടെ മകൾക്കും സ്റ്റീഫനും തമ്മിലുള്ള ആ പൊരുത്തം ശ്രദ്ധിക്കാതിരുന്നില്ല. രാവിലെ മകൾക്കൊപ്പം ആരാധനയ്ക്ക് വന്ന റോസമ്മ ഒരു പരിചയക്കാരിയോട് തെല്ലു കുശലം പറഞ്ഞ് പിന്നിൽ തങ്ങിയതാണ്. ആ സമയമായിരുന്നു റോബർട്ടും ഡെയ്സിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. റോസമ്മയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന് പണ്ടേ റോബർട്ടിനെ കണ്ടുകൂടാ, അവനൊരു തെമ്മാടിയാണെന്നാണ് പറയാറ്. ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയെ താനും ഇഷ്ടപ്പെട്ടുകൂടാ എന്ന വിശ്വാസക്കാരിയാണ് അവർ. മമ്മിയുടെ ഒപ്പം ഡെയ്സി മുമ്പോട്ട് നടന്നു. പള്ളിമുറ്റത്ത് ബദാമരത്തിന്റെ തണലിൽ റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ ഇരമ്പി. ഡെയ്സിയെയും റോസമ്മയെയും കടന്ന് മോട്ടോർ സൈക്കിൾ മുമ്പോട്ടാഞ്ഞു. റോസമ്മ ശ്രദ്ധിച്ചെങ്കിലും ഡെയ്സി അത് ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ പള്ളിമുറ്റത്ത് അല്പം അകലെയായി നിൽക്കുന്ന സ്റ്റീഫനുമായി യാത്രാമൊഴി ചൊല്ലുകയായിരുന്നു. ഒരു കൂർത്ത മുള്ളായി ആ കാഴ്ച റോബർട്ടിന്റെ കണ്ണുകൾ ഉടക്കാതിരുന്നില്ല. സ്റ്റീഫൻ, ഡെയ്സിയെ വശീകരിക്കണമെങ്കിൽ ആ ദരിദ്രവാസിയെ ഒഴിവാക്കിയേ പറ്റൂ. അവനോടുള്ള അവളുടെ താല്പര്യത്തിന് ഹാനി വരുത്തിയേ പറ്റൂ. ഇപ്പോൾ അവൾ ഹൃദയത്തിൽ പൂജിക്കുന്ന ആ പ്രേമദേവൻ നാളെ അവളുടെ മുഴുവൻ പുച്ഛവും വെറുപ്പും ഏറ്റുവാങ്ങുന്ന ഒരുവനായി മാറണം. അവനെ അങ്ങനെ മാറ്റണം. സ്റ്റീഫൻ എന്ന് കേൾക്കുമ്പോ ഡെയ്സിയുടെ മനസ്സിൽ വെറുപ്പും പകയും തിങ്ങണം. അതിനെന്താണ് മാർഗം? സന്ധ്യ എരിഞ്ഞടങ്ങുമ്പോഴും റോബർട്ടിന്റെ ചിന്ത അത് മാത്രമായിരുന്നു. ഒടുവിൽ അവനൊരു മാർഗം കണ്ടെത്തി. ആഹ്ലാദത്താൽ റോബർട്ടിന്റെ ഹൃദയം തുടിച്ചു. ആ മാർഗം വിജയിച്ചാൽ സ്റ്റീഫൻ എന്ന പേര് കേൾക്കുമ്പോഴേ ഡെയ്സി കാറിത്തുപ്പും. വെറുപ്പുകൊണ്ട്, നിന്ദ കൊണ്ട്, വിദ്വേഷം കണ്ട്. ആവേശത്തോടെ റോബർട്ട് എഴുന്നേറ്റു. അപ്പോൾ കൊക്കോത്തോട്ടത്തിൽ ചേക്കേറി തുടങ്ങുന്ന സന്ധ്യയുടെ ഇരുളിമയിലൂടെ ഡെയ്സി നടക്കുകയായിരുന്നു. പടിഞ്ഞാറ് നിന്ന് ഒഴുകി വരുന്ന സന്ധ്യാക്കാറ്റിൽ വയലിന്റെ ശ്രുതിമധുരമായ സംഗീതം നേർമയായി ഇടകലർന്നിരുന്നു. ആ സംഗീതത്തിന്റെ ഉറവിടത്തിലേക്ക് പറന്നെത്താനുള്ള ആവേശമായിരുന്നു ഡെയ്സിക്ക്. സ്റ്റീഫന്റെ വീടിനുള്ളിൽ നിന്നും വയലിന്റെ ശ്രുതിസുന്ദരമായ നാദം നിലച്ചിരുന്നില്ല. കൊക്കോത്തോട്ടത്തിന്റെ ഇരുളിമ താണ്ടി നടന്നെത്തിയ ഡെയ്സി വീടിന്റെ വാതിൽക്കൽ തെല്ലുനേരം മറഞ്ഞു നിന്നു. പാതിയടഞ്ഞ വാതിൽക്കതകിന്റെ വിടവിലൂടെ മുറിക്കുള്ളിൽ അവൾ സ്റ്റീഫനെ കണ്ടു. സ്വരരാഗങ്ങളുടെ ഗാഠസാന്ദ്രതയിൽ മുഴുകി അർദ്ധനിമീലിത മിഴികളുമായി സ്റ്റീഫൻ. വയലിനിന്റെ തന്ത്രികളിൽ അതിദ്രുതം ചലിക്കുന്ന ആ കൈവിരലുകളുടെ താളം ഡെയ്സി നോക്കി നിന്നു. വാതിൽക്കൽ ഒരു നിഴൽ അനങ്ങുന്നത് എപ്പോഴോ സ്റ്റീഫൻ കണ്ടു. അതോടെ വയലിൻ നാദം നിലച്ചു. എന്തേ നിർത്തിക്കളഞ്ഞത്?
വാതിൽ കതവിന്റെ മറവിൽ നിന്നും ഡെയ്സി മുറിക്കുള്ളിലേക്ക് കയറി. ഹൃദ്യമായ പുഞ്ചിരിയോടെ സ്റ്റീഫൻ അവൾക്ക് വരവേൽപ്പ് നൽകി. പിന്നെ നേരിയ സ്വരത്തിൽ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. സ്വരരാഗങ്ങളുടെ അമൃത പ്രവാഹമുള്ള മാണിക്യ വീണയായി ഡെയ്സി മുമ്പിലുള്ളപ്പോ ഈ ലോലതന്ത്രകളിൽ ഉതിർക്കുന്ന കൃത്രിമനാദം എന്റെ ആത്മാവിനൊന്നുമല്ല. ഓഹ്, മതി മതി. മുമ്പോട്ടാഞ്ഞ് കൈപ്പത്തി ഉയർത്തി സ്റ്റീഫന്റെ വായ പൊത്തിക്കൊണ്ട് ഡെയ്സി ശബ്ദം കനപ്പിച്ചു. എവിടുന്ന് പഠിച്ചു ഈ ശൃംഗാര ശ്ലോകങ്ങളൊക്കെ? അമൃതപ്രവാഹവും മാണിക്യവീണിയും? ഞാനതൊന്നും അല്ല. ഞാനൊരു പാവൻ ഡെയ്സിയാ. ഓ, പാവൻ ഡെയ്സി. അവളുടെ കൈത്തലം മെല്ലെ പിടിച്ചു മാറ്റിക്കൊണ്ട് സ്റ്റീഫൻ മന്ത്രിച്ചു. ഈ പാവൻ ഡെയ്സി ഈയിടെയായി വല്ലാത്ത ക്രൂരതയാ എന്നോട് കാട്ടുന്നത് കേട്ടോ. ഞാനോ? എന്ത് ക്രൂരത? ഡെയ്സിയുടെ കണ്ണുകളിലെ തിളക്കം പെട്ടെന്ന് കിട്ടു. ഏതോ കുറ്റബോധം കറുത്ത നിഴലായി അവളുടെ മുഖം മൂടി. സ്റ്റീഫൻ പറഞ്ഞു, ഈയിടെയായി രാത്രികളിൽ ഈ മാണിക്യവീണയുടെ ഓർമ്മ എന്റെ ഉറക്കം തീരെ കുറയ്ക്കുന്നു. ഓ, അത്രേ ഉള്ളൂ. ഞാനങ്ങ് വല്ലാതെ പേടിച്ചുപോയി. കിലുകിലു എന്ന് ഡെയ്സി പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി അവളുടെ തളിരുള്ള മേനിയുടെ താരുണ്യ തഴുപ്പുകളിൽ കുളിരലകളായി ഉലയുന്നത് കൗതുകത്തോടെ സ്റ്റീഫൻ നോക്കിക്കണ്ടു. ചിരി അവസാനിച്ചപ്പോൾ ഡെയ്സി തുടർന്നു. ഉറക്കക്കുറവ് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കുമുണ്ട്. ഞാൻ ആരോടാ പരാതി പറയുക? പരാതി പറഞ്ഞാ അത് പരിഹാരമാവില്ലല്ലോ. നമുക്കൊരു പരിഹാരം കണ്ടെത്തണം. എങ്ങനെയാ? നമുക്ക് മറക്കാം പരസ്പരം. സ്റ്റീഫൻ! പെട്ടെന്ന് ഡെയ്സി വിളിച്ചു. എന്താ പറഞ്ഞത്? പരസ്പരം മറക്കാമെന്നോ? ഇല്ല സ്റ്റീഫൻ, ജന്മമുള്ള കാലത്തോളം സ്റ്റീഫനെ മറക്കാൻ ഈ ഡെയ്സിക്കാവില്ല. സത്യം. ഒടുവിൽ പരസ്പരം മറക്കാൻ വേണ്ടിയാണോ നമ്മളിങ്ങനെ സ്നേഹിക്കുന്നത്? കണ്ട നാളത്തിൽ അവളുടെ ശബ്ദം കുരുങ്ങുന്നതും കണ്ണുകൾ ആർദ്രമാവുന്നതും സ്റ്റീഫൻ കണ്ടു. മെല്ലെ മുമ്പോട്ടെടുത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നമുക്ക് പരസ്പരം ഒന്നിച്ച് ജീവിക്കാമെന്ന വിശ്വാസം എനിക്ക് തീരെയില്ല ഡെയ്സി. ഇപ്പോ ഉറക്കം വരാത്ത രാത്രികളിൽ എന്റെ ചിന്ത അത് മാത്രമാണ്. നാം തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഒരിക്കൽ ഡെയ്സിയുടെ ഡാഡി അറിയും. അന്ന് ഈ ഗ്രാമത്തിൽ ഒരു ഇടിമുഴക്കം ഉണ്ടാവും. പ്രചണ്ഡമായൊരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ച്, ആ ഇടിമുഴക്കത്തെ അതിജീവിച്ച് പരസ്പരം നമുക്ക് ഒന്നാവാൻ കഴിയുമോ? കഴിയും, തീർച്ചയായും കഴിയും. ദൃഢമായ സ്വരത്തിൽ ഡെയ്സി പറഞ്ഞു. ആ ഇടിമുഴക്കത്തിൽ പർവ്വതങ്ങൾ പിളർന്നാലും ആ കൊടുങ്കാറ്റിൽ ഭൂമി ഇല്ലാതായാലും ഈ ഡെയ്സിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല. ഒന്ന് മാത്രമേ എനിക്ക് വേണ്ടൂ. എന്റെ ഒപ്പം സ്റ്റീഫൻ ഉറച്ചു നിൽക്കണം. ഞാൻ ഉറച്ചു നിൽക്കും. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ഭയമില്ലാത്തവനാണ് ഞാൻ. പക്ഷെ ഡെയ്സി എന്നെ വഞ്ചിക്കരുത്. ഡെയ്സിയെ സ്റ്റീഫൻ അത്രയ്ക്കേ വിശ്വാസമുള്ളൂ അല്ലേ? നോക്കൂ സ്റ്റീഫൻ, ഈ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോ ഒരു മഹാസാഗരം ഇരമ്പിയാർത്ത് വിഴുങ്ങാനെടുത്താൽ പോലും ഡെയ്സി പിന്മാറില്ല. സത്യം, സത്യം, സത്യം. ആവേശത്തോടെ അവൾ അയാളുടെ നെഞ്ചിൽ മുഖമണച്ചു. സ്റ്റീഫന്റെ കരവലയങ്ങൾ അവളെ അമർത്തി വരിഞ്ഞു. അയാളുടെ ചൊടിയണ് അവളുടെ മൂർധാവിൽ ഭ്രാന്തമായി അമർന്നു. ആ നിമിഷങ്ങൾ സ്വയം മറന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്നാവുകയായിരുന്നു. രണ്ട് ശരീരങ്ങൾ, ഒരാത്മാവ്. ഇല്ല ഡെയ്സി, ഇല്ല. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും എന്നിൽ നിന്ന് എന്റെ ഡെയ്സിയെ അകറ്റാനാവില്ല. മരണത്തിന് പോലും. സത്യം. സ്റ്റീഫന്റെ ഉഷ്ണതീവ്രതയാർന്ന വാക്കുകൾ. പുറത്ത് സന്ധ്യ മയങ്ങുകയായിരുന്നു. സ്റ്റീഫനോട് യാത്ര പറഞ്ഞ് മുറിക്കുള്ളിൽ നിന്ന് ഡെയ്സി പുറത്തേക്ക് ഇറങ്ങിയതും സിബി അവിടെ എത്തി. സിബിക്ക് ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. ഡെയ്സിയുടെ മുഖമടച്ച് അവൻ ഒരു അടി കൊടുത്തു. പടക്കം പൊട്ടും പോലെയുള്ള ശബ്ദമുണ്ടായി. ധൃതിയിൽ സ്റ്റീഫൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മുറ്റത്ത് ഡെയ്സിയും സിബിയും. വീണ്ടും ഒരിക്കൽ കൂടി ഡെയ്സിയെ അടിക്കാൻ ഉയർത്തിയ സിബിയുടെ കൈക്ക് സ്റ്റീഫൻ ശക്തിയേറിയ ഒരു തട്ട് കൊടുത്തു. ഒപ്പം കരുത്തുള്ള താക്കീതും. ഇനി ഡെയ്സിയെ അടിക്കരുത്. എന്റെ പെങ്ങളാണിവൾ. ഇവൾ തെറ്റ് ചെയ്യുന്നത് കണ്ട ഞാൻ ഇവളെ ശിക്ഷിക്കും. അരുതെന്ന് പറയാൻ നീ ആരാ? ഞാൻ ആരുമല്ല. പക്ഷെ എന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരാങ്ങളെയും പെങ്ങളെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിന്റെ സമ്മതമില്ലാതെ തന്നെ ഞാൻ തല്ലും. വീണ്ടും സിബി ഡെയ്സിക്ക് നേരെ കൈ ഉയർത്തി. ഇത്തവണ ആ കൈക്ക് കടന്നു പിടിച്ചത് ഡെയ്സിയായിരുന്നു. സിബി, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ശിക്ഷിച്ചോ. അതല്ലെങ്കിൽ ഡെയ്സി സംഹാരരുദ്രയെ പോലെ തീക്ഷ്ണമായി സഹോദരന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു നിമിഷം ആ കണ്ണുകൾ വിളിച്ചു പറയുന്ന സത്യം സിബി അറിഞ്ഞു. അവന്റെ കൈകൾക്ക് ശക്തി കുറഞ്ഞു. ആ കൈ തളർന്നു.
അത് താഴ്ന്നു. ഡെയ്സി! അവന്റെ പല്ലുകൾ ഞെരിഞ്ഞു. ഡെയ്സിയുടെ മുഖത്തെ വിഭ്രമം എങ്ങോ ഓടിയകന്നു. പകരം അവിടെ നേർത്ത പുഞ്ചിരി. ആ പുഞ്ചിരി തന്റെ നേർക്കുള്ള പരിഹാസമാണെന്ന് സിബി മനസ്സിലാക്കി. കൊക്കോ തോട്ടത്തിലൂടെ സിബിക്ക് പിന്നാലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡെയ്സി ഓർമ്മിപ്പിച്ചു. സ്റ്റീഫന്റെ വീട്ടിലായിരുന്നു ഞാനെന്ന് ഡാഡിയോട് പറഞ്ഞേക്കരുത്. വെറുതെ ഈ കൊക്കോ തോട്ടത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതല്ല എന്നെ കാട്ടിക്കൊടുക്കാനാ സിബിയുടെ ഭാവമെങ്കിൽ ഞാൻ ചെയ്തതിലും വലിയ തെറ്റാ സിബി ചെയ്തിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഭീഷണിയുടെ സ്വരമാണതെന്ന് സിബിക്ക് ബോധ്യപ്പെട്ടു. ആ ഭീഷണി തനിക്ക് നേരെയുള്ള ശക്തമായ ഒരു ആയുധമാണ്. അത് ഡെയ്സിയുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം തനിക്ക് അവളെ എതിർക്കാനാവില്ല. പക്ഷെ സ്റ്റീഫനുമായുള്ള അവളുടെ ബന്ധം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആ ബന്ധം തകർത്തേ പറ്റൂ. എങ്ങനെ? അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏകമാർഗം സ്റ്റീഫനെ കൊന്നുകളയുക എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് വീണ്ടും നൂലാമാലകളുടെ കുരുക്കിൽ അകപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ ഏറ്റവും രഹസ്യമായി ഒരു ചതി, പാറമടയിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ സ്റ്റീഫൻ ഇല്ലാതെയായാൽ രക്ഷപ്പെട്ടു. പാറമടയിൽ അങ്ങനെ ഒരു അപകടം എങ്ങനെയുണ്ടാക്കും? മുമ്പോട്ട് നടക്കുന്നതിനിടയിൽ സിബി അത് തന്നെ ചിന്തിച്ചു. ഇപ്പോ ഡെയ്സിയെ കൺമുന്നിൽ കാണുമ്പോ സിബിക്കുണ്ടാകുന്നത് ആ ഒരൊറ്റ വികാരം മാത്രം, ദേഷ്യം. എങ്ങനെ ദേഷ്യം തോന്നാതിരിക്കും? സ്വന്തം കുടുംബത്തിന്റെ നിലയും വിലയും മറന്നല്ലേ അവൾ ആ പാറമടപ്പണിക്കാരന്റെ പിന്നാലെ ചുറ്റി നടക്കുന്നത്. അവളെ ശാസിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം തനിക്ക് നഷ്ടമായിരിക്കുന്നു. കുടുംബത്തിന് പേരുദോഷം വരുത്തിയേ അവൾ അടങ്ങൂ. അതിനു മുമ്പ് അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ, സ്റ്റീഫനെ കൊന്നുകളയുക. പക്ഷേ അതൊരു കൊലപാതകമാണെന്ന് ആർക്കും സംശയമുണ്ടാവാനും പാടില്ല. ഒരു അപകട മരണം. ജനം അങ്ങനെ വിശ്വസിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് സിബിയുടെ ചിന്തയിൽ. ദിവസങ്ങൾ മെല്ലെ മെല്ലെ ഇഴയുകയായിരുന്നു. അന്നൊരു പ്രഭാതം. നടക്കുന്നൊരു വാർത്ത കേട്ടാണ് അന്ന് ഗ്രാമമുണർന്നത്. കേട്ടവർ വാർത്തയുടെ വിശ്വാസ്യത അറിയാൻ മേലെടുത്ത് ബംഗ്ലാവിലേക്ക് ഓടി. മേലെടുത്ത ബംഗ്ലാവിന്റെ മുറ്റം നിറയെ പോലീസുകാർ. അവിടെ അസാധാരണമായ എന്തോ സംഭവിച്ചിരിക്കുന്നു. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ജനങ്ങൾ അങ്ങോട്ട് ഓടി. മേലെടുത്ത ബംഗ്ലാവിന്റെ ഇരുമ്പ് ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു. കുതിച്ചെത്തിയ ജനത്തിന് പുറത്തു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അവിടെ കൂടി നിന്നവർ പരസ്പരം മുഖത്തോട് മുഖം മിഴിച്ചു നോക്കി. തമ്മിൽ കുശുകുശുത്തു. ആ കുശുകുശുപ്പിനിടയിൽ ആരുടെയോ സ്വരം ഉയർന്നു കേട്ടു. രാത്രി കള്ളം കയറിയതാ. കള്ളം കയറിയെന്നോ? നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമാ. വല്ലതും കൊണ്ടുപോയോ? ഉണ്ടായിരുന്നത് മുഴുവൻ കൊണ്ടുപോയെന്നാ തോന്നുന്നത്. അതല്ലേ ഇത്രയും പോലീസുകാർ വരുമോ? കാശും കൊള്ളാമുള്ളാന്റെ പരാതി കിട്ടിയ പോലീസുകാർ പിന്നെ പാഞ്ഞെത്തുകയല്ലേ. പാവപ്പെട്ടവൻ പരാതി കൊണ്ട് ചെന്നാലോ പോലീസിന് ജീപ്പില് കാറ്റില്ലെന്നും ഡ്രൈവറുടെ കൈ മുറിഞ്ഞിരിക്കാമെന്നൊക്കെയുള്ള ഒഴുകഴിവ്. ഏതായാലും ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇത്രയും വെട്ടുറപ്പുള്ള ഈ വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞ അതൊരു അതിശയം തന്നെ. കള്ളം കയറിയതൊന്നും അല്ലടക്കുവേ, ഇത് പ്രശ്നം വേറെ ഏതാണ്ടാ. കൂട്ടത്തിൽ ആരുടെയോ ബുദ്ധി മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. കാർ ഷെഡിനെ ചുറ്റിപ്പറ്റിയ പോലീസുകാർ നടക്കുന്നത്. എന്റെ വിചാരം ആ കാർ ആരെയോ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവുമെന്നാ. മുതലാളിയാണെന്ന അഹങ്കാരം കൊണ്ടേ കാറ് നിർത്താതെ ഓടിച്ചിങ്ങ് കൊണ്ടുവന്ന് കാണും. തിരക്കി പിടിച്ച പോലീസുകാർ പിറകെ വന്നിരിക്കുക. ശരിയായിരിക്കും, പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് മുതലാളി ഇപ്പൊ രാവും പകലും കാറിൽ മരണപ്പാച്ചില. സാർ വിഷമിക്കാതിരിക്കണം, ഞങ്ങൾ അന്വേഷിക്കാം, SI പറഞ്ഞു. അന്വേഷിച്ച പോരാ, കള്ളനെ കണ്ടുപിടിക്കുക തന്നെ വേണം. അതിനായി ഡിപ്പാർട്ട്മെന്റിന് താങ്ങാൻ വയ്യാത്ത എന്ത് ചെലവുണ്ടായാലും അതൊക്കെ ഞാൻ ഏറ്റു, ക്ലീറ്റസ് മുതലാളി പറഞ്ഞു. അപ്പോഴേക്ക് ഒരു പോലീസുകാരൻ അവരുടെ മുമ്പിലെത്തി. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പഴക്കമുള്ള 2 ചെരുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് സർ. അത് ഈ വീട്ടിലുള്ള ആരെങ്കിലും ഉപയോഗിക്കുന്നതാണോ എന്നറിഞ്ഞാൽ. ഇൻസ്പെക്ടറോടൊപ്പം ക്ലീറ്റസ് മുതലാളി വേഗം അങ്ങോട്ട് നടന്നു. 2 ചെരുപ്പുകൾ, സാധാരണ റബ്ബർ ചപ്പലുകൾ. ഇത് ഇവിടെയുള്ളവരുടേതല്ല. ആ ചെരുപ്പുകൾ സശ്രദ്ധം വീക്ഷിച്ചിട്ട് മുതലാളി പറഞ്ഞു. എങ്കിലും സാധൂകരണത്തിനായി ബംഗ്ലാവിലെ മറ്റുള്ളവരെ കൂടി വിളിച്ച് അദ്ദേഹം വിവരം അന്വേഷിച്ചു. ആ ചെരുപ്പുകൾ ബംഗ്ലാവിലുള്ള ആരുടേതുമല്ല. സംശയമില്ല, കള്ളന്റെ ചെരുപ്പുകൾ തന്നെയാവാം. ധൃതിക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ടവയാവാം. ഇൻസ്പെക്ടറുടെ മുഖത്ത് നേരിയ പ്രകാശം. ഡോഗ് സ്ക്വാഡിന്റെ സഹകരണം കൂടി ഉണ്ടായാൽ 24 മണിക്കൂറിനകം കള്ളനെ കസ്റ്റഡിയിലെടുക്കാം. എങ്കിൽ അതിനുവേണ്ട നടപടികൾ ചെയ്യണം ഇൻസ്പെക്ടർ, ക്ലീറ്റസ് മുതലാളി നിർബന്ധിച്ചു. ദിനചര്യകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണത്തിനായി അടുത്തുള്ള ചായക്കടയിലേക്ക് നടക്കുമ്പോൾ സ്റ്റീഫനും ആ വാർത്ത അറിഞ്ഞു. മേലെടുത്ത് ബംഗ്ലാവിൽ കള്ളൻ കയറിയിരിക്കുന്നുവെന്ന്. വിവരം എന്താണെന്നറിയാൻ സ്റ്റീഫൻ ബംഗ്ലാവിലേക്ക് നടന്നു.
ഗേറ്റിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ആൾക്കൂട്ടത്തെ മുറിച്ച് അകത്തേക്ക് കിടക്കാനാവില്ലെന്ന് അറിഞ്ഞപ്പോൾ അയാൾ പിൻവാങ്ങി. വിവരങ്ങൾ വിശദമായി ഡെയ്സി തന്നെ അറിയിക്കാതിരിക്കില്ല. വെറുതെ എന്തിന് ആൾക്കൂട്ടത്തിൽ തിക്കി സമയം കളയുന്നു? അയാൾ തിരികെ നടന്നു. ചായക്കടയിലെത്തി പ്രഭാത ഭക്ഷണത്തിന് ശേഷം അയാൾ പാറമടയിലേക്ക് നടന്നു. ഉച്ചയോട് അടുത്തപ്പോഴേക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡോഗ് സ്ക്വാഡ് എത്തി. ജീപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയ പോലീസ് നായയെ കണ്ടതോടെ ജനം വീണ്ടും ഇരച്ചുകൂടി. അത്ഭുത വസ്തുവിനെ എന്നോണം ജനം പോലീസ് നായയെ നോക്കി. തല ഉയർത്തിപ്പിടിച്ച ക്ലീറ്റസ് മുതലാളി പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിന്നു. സിബിയുടെ മുഖത്ത് മാത്രം നേരിയൊരു പരുങ്ങൽ. എന്തു കാരണത്താലാണാവോ? ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചെരുപ്പുകളിൽ മണം പിടിച്ച ശേഷം പോലീസ് നായ ഗേറ്റിന് നേരെ ഓടി. അതുകൊണ്ട് തിങ്ങിക്കൂടി നിന്നിരുന്ന ജനം നാലുപാടേക്കും ചിതറിയോടി. പിന്നെ മുമ്പോട്ടോടുന്ന നായയ്ക്ക് പിന്നാലെ അവരും ഓടി. ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ജനങ്ങളുടെ മുഖത്ത്. ഗേറ്റിലൂടെ ഇറങ്ങിയ പോലീസ് നായ് ബംഗ്ലാവിന്റെ ഇടതുവശത്തെ ഇടവഴിയിലേക്ക് കടന്നു. ആരവത്തോടെ ജനം പിന്നാലെ പാഞ്ഞു. എവിടേക്കാണ് അത് ഓടിപ്പോകുന്നത് എന്നറിയാനുള്ള വർദ്ധിച്ച ജിജ്ഞാസയായിരുന്നു ജനത്തിന്. ഈ പ്രപഞ്ചത്തിന്റെ അതിർത്തിയോളം ആ നായ് ഓടിയാലും അതിനെ പിന്തുടരാനുള്ള ആവേശമായിരുന്നു അവർക്ക്. പോലീസ് നായ് കള്ളനെ പിടിക്കുന്നത് നേരിൽ കാണണം. എന്നും കാണാൻ നോക്കുന്ന ഒരു കാഴ്ചയല്ലല്ലോ അത്. വളർന്നു നിൽക്കുന്ന കൊക്കോ തോട്ടത്തിന്റെ ഇരുളിമയ്ക്ക് അപ്പുറത്തുള്ള വഴിയിലൂടെ ആ നായ് ഓട്ടം തുടർന്നു. ആ ഓട്ടം അവസാനിപ്പിച്ച് അത് ചെന്നു നിന്നത് സ്റ്റീഫന്റെ വീട്ടുമുറ്റത്തായിരുന്നു. ജനം അന്തം വിട്ടുനിന്നു. മേലടുത്ത് ബംഗ്ലാവിൽ മോഷണം നടത്തിയത് സ്റ്റീഫൻ ആണെന്നോ? പൂട്ടിയിട്ടിരിക്കുന്ന ആ വീടിന്റെ നേർക്ക് നോക്കി പോലീസ് ഇൻസ്പെക്ടർ അലറി. ഈ വീട്ടിലെ താമസക്കാരൊക്കെ എവിടെ? താമസക്കാരെന്ന് പറയാൻ അവിടെ ഒരാളേ ഉള്ളൂ സർ. അയാൾ പാറമടയിൽ പണിക്ക് പോയിരിക്കുക. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ അറിയിച്ചു. എവിടെയാടാ അവന്റെ പാറമട? കുറച്ച് വടക്കോട്ട് മാറിയാ. കേൾക്കാത്ത താമസം പോലീസുകാർ വടക്കോട്ടോടി. സാധാരണ എന്ന പോലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ തമറടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റീഫൻ. അസാധാരണമായ ശബ്ദവും ബഹളവും കാതുകളിൽ വീണപ്പോൾ അയാൾ മുഖമുയർത്തി നോക്കി. മട വളഞ്ഞ് പോലീസിന്റെ പട. എന്താണ് കാര്യമെന്നറിയാതെ സ്റ്റീഫൻ വിരണ്ടു. അറിയാതെ ഇരുന്നിടത്തു നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി. 2-3 പോലീസുകാർ പെട്ടെന്ന് അയാളെ കടന്നു പിടിച്ചു. അപ്പോഴും കാര്യം മനസ്സിലാകാതെ സ്റ്റീഫൻ പകച്ചു. എന്താണ് സർ കാര്യം? എന്താണ് എല്ലാവരും കൂടി എന്നെ വളഞ്ഞിരിക്കുന്നത്? സ്റ്റീഫൻ ചോദിച്ചുപോയി. പോലീസുകാരിൽ ഒരുവന്റെ കൈ സ്റ്റീഫന്റെ കരണത്ത് വീണു. ഒപ്പം പാറമടയിൽ മുഴക്കമിട്ട് ഒരു ഗർജനവും. പറഞ്ഞു തരാമടാ, വേഗം നടക്കട ഇങ്ങോട്ട്. വലിച്ചഴിച്ച് പോലീസുകാർ സ്റ്റീഫനെയും കൊണ്ട് മുമ്പോട്ട് നടന്നു. പകലെല്ലാം പാറമഴയിൽ പണി, രാത്രിയിൽ മോഷണം, അതാണ് റാസ്കൽ. വീണ്ടും പോലീസുകാരിൽ ഒരുവന്റെ കൈ സ്റ്റീഫന്റെ കണ്ണത്ത് പടക്കം പൊട്ടിച്ചു. പൊന്നീച്ചകൾ പറന്ന കണ്ണുകൾക്ക് മുമ്പിൽ അന്ധകാരം ഒരു കുന്നായി ഉയരുന്നത് സ്റ്റീഫൻ അറിഞ്ഞു. ആ അന്ധകാരത്തിലൂടെ തപ്പി തടഞ്ഞ് അയാൾ മുമ്പോട്ട് നടന്നു. അപ്പോഴും പോലീസ് പിടിയിൽ അകപ്പെടാൻ തക്കതായി താൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് സ്റ്റീഫന് മനസ്സിലായില്ല. സ്വന്തം വീടിന്റെ മുമ്പിൽ നിർത്തി അയാളോട് പോലീസ് ഇൻസ്പെക്ടർ ആജ്ഞാപിച്ചു. ഇന്നലെ രാത്രിയിൽ വേലയെടുത്ത് ബംഗ്ലാവിലെ കാറിന്റെ ഊരിയെടുത്ത ടയറുകൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയടാ. ടയർ ഊരിയെടുത്തോന്നോ? ഞാനോ? പകയോടെ സ്റ്റീഫൻ പോലീസുകാരുടെ നേർക്ക് നോക്കി. വീണ്ടും പോലീസിന്റെ അടി. വീട് തുറപ്പിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ മോഷണം പോയ ടയറുകൾ 4 പോലീസ് കണ്ടെടുത്തു. ആ വീടിന്റെ പിൻവശത്ത് വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവയെല്ലാം. വാർത്ത അറിഞ്ഞതും തലയ്ക്കുള്ളിൽ ഇടുത്തി വീണതുപോലെയായി ഡേസിക്ക്. സ്റ്റീഫൻ മോഷ്ടാവാണെന്നോ? ഇല്ല. ആരൊക്കെ വിശ്വസിച്ചാലും ശരി, തനിക്കത് വിശ്വസിക്കാനാവില്ല. ഇത് ആരോ കരുതി കൂട്ടി ചെയ്ത ചതിയാണ് സ്റ്റീഫന് കൊടുക്കാൻ, സ്റ്റീഫനോടുള്ള പക തീർക്കാൻ. ആരാണ് ആ ചതി ചെയ്തതെന്നും അറിയാം. സിബി. രാത്രിയിൽ കാർ ഷെഡിൽ നിന്ന് ടയറുകൾ 4 അഴിച്ചെടുത്ത് സ്റ്റീഫന്റെ വീട്ടിൽ മറച്ചു വെച്ചതും അവിടെ പുറത്തുവിടുന്ന സ്റ്റീഫന്റെ ചെരുപ്പുകൾ കാർ ഷെഡിൽ കൊണ്ടുചെന്നിട്ടതും അവനല്ലാതെ മറ്റാരുമല്ല. ദിവസങ്ങളോളമായി അവന് സ്റ്റീഫനോട് പകയാണ്. താൻ സ്റ്റീഫനെ സ്നേഹിക്കുന്നതിലുള്ള പക. ആ പക സ്റ്റീഫന് കൊടുക്കാൻ ഇങ്ങനെ ഒരു കെണിയൊരുക്കുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നതല്ല. എന്നിട്ടും അത് സംഭവിച്ചു. കള്ളൻ എന്ന കുറ്റം ചാർത്തി പോലീസുകാർ സ്റ്റീഫനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. സിബി! ഒരലർച്ചയോടെ ഡെയ്സി ഓടി സ്വന്തം സഹോദരന്റെ മുമ്പിലെത്തി. അവന്റെ 2 തോളുകളിലും പിടിച്ചുലച്ചുകൊണ്ട് അവൾ ചോദിച്ചു, സത്യം പറ, ഇതെല്ലാം സിബി ചെയ്ത വഞ്ചനയല്ലേ? പാവ സ്റ്റീഫനെ പോലീസിൽ കൊടുക്കാൻ? അല്ലടി, അല്ല. അവളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി സിബി തറപ്പിച്ചു പറഞ്ഞു. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യമായത്. വെറുതെ നീ എന്നെ സംശയിക്കരുത്. സംശയമല്ല, ഉറച്ച വിശ്വാസമാണ് എനിക്ക്. സിബി അല്ലാതെ മറ്റാരുമല്ല ഈ മോഷണത്തിന് ഉത്തരവാദി.
എത്രയും പെട്ടെന്ന് സ്റ്റീഫനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഈ നേരത്ത് സിബി ലോക്കപ്പിനുള്ളിലായിരിക്കും. ഓർമ്മിച്ചോ? ഡെയ്സി, ഒരു നടുക്കത്തോടെ സിബി വിളിച്ചു. അതെ, ഞാൻ ഡെയ്സിയാ. പക്ഷെ ഒന്നും ഓർമ്മിച്ചോ, സിബിയേക്കാൾ എനിക്ക് വലുത് സ്റ്റീഫനാ. ഇപ്പോഴെന്നല്ല, ഇനി എന്നും. പോലീസിന്റെ കയ്യിൽപ്പെട്ട് സ്റ്റീഫൻ എന്തെങ്കിലും സംഭവിച്ചാ സിബിയോട് ഞാൻ അതിനെ എണ്ണി എണ്ണി പകരം വിട്ടു. എന്റെ ഡെയ്സി, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയുക, എന്റെ ഒരു വഞ്ചനയും മോഷണത്തിന് പിറകിലില്ല. സ്റ്റീഫൻ മോഷ്ടിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സാഹചര്യം വരുമ്പോ ആരും എന്ത് ചെയ്തു പോകും. ഇവിടെ കയറി കാറിന്റെ 4 ടയർ മോഷ്ടിക്കേണ്ട സാഹചര്യമൊന്നും സ്റ്റീഫൻ ഉണ്ടായിട്ടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. സിബിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ കൂടുതൽ സ്റ്റീഫന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. ഡെയ്സി, സ്റ്റീഫനുമായുള്ള നിന്റെ ഒളിച്ചുകളി മുഴുവൻ ഞാൻ ഡാഡിയോട് പറയും. പറഞ്ഞോളൂ, ഒരു വിരോധവുമില്ല എനിക്ക്. ഡാഡി എന്നെ വിളിച്ചു ചോദിച്ചാ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. സ്റ്റീഫനെ കുറിച്ച് മാത്രമല്ല, സ്റ്റീഫന്റെ പെങ്ങൾ ശലോമിയെ കുറിച്ചും. ഡാഡി എല്ലാം അറിയട്ടെ. മറുപടി പറയാനാവാത്ത ഒരു നിസ്സഹായാവസ്ഥ സിബിയെ മൂകനാക്കി. ദയനീയമായി അവൻ ഡെയ്സിയെ നോക്കി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പരാതിയില്ല എനിക്ക്. പക്ഷെ ഈ മോഷണ കേസിൽ നിന്ന് സ്റ്റീഫനെ ഒഴിവാക്കിയേ പറ്റൂ. മോഷണ കേസിൽ നിന്ന് സ്റ്റീഫനെ ഒഴിവാക്കാനോ? അതിന് കോടതി വിചാരിച്ചാലേ നടക്കൂ. അല്ല, സിബി വിചാരിച്ചാലും നടക്കും. സിബി സ്റ്റേഷനിൽ ചെന്ന് സത്യാവസ്ഥ പോലീസിനോട് തുറന്നു പറഞ്ഞാൽ മതി. സ്റ്റീഫനോടുള്ള പക കൊണ്ട് കരുതി കൂട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കേസാണെന്ന്. അല്ല, സിബി ശക്തമായി നിഷേധിച്ചു. ഞാൻ കരുതി കൂട്ടിയുണ്ടാക്കിയ കള്ളക്കേസൊന്നുമല്ല ഇത്. യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാ. സത്യം ചെയ്യാമോ സിബിക്ക്? ആവേശത്തോടെ ഡെയ്സി ചോദിച്ചു. ഡാഡിയും അമ്മയും തൊട്ട് സത്യം ചെയ്യണം. ചെയ്യാമടി, ഒട്ടും താമസിയാതെ സിബി പറഞ്ഞു. ഡാഡിയും മമ്മിയും തൊട്ട് പള്ളിനടി ചെന്നതെന്ന് ഞാൻ സത്യം ചെയ്യാമടി. എന്നാണെങ്കിലും നിനക്ക് വിശ്വാസമാകുമല്ലോ. എങ്കിൽ സത്യം ചെയ്യ്. പള്ളിനടയിലേക്ക് പോകണ്ട. ബൈബിൾ കയ്യിലെടുത്തു നിന്ന് സത്യം ചെയ്താൽ മതി. എങ്കിൽ ഒട്ടും താമസിക്കണ്ട. സിബി വേഗം ബൈബിൾ എടുത്തുകൊണ്ടുവന്നു. ഡാഡി, മമ്മി, ഇങ്ങോട്ട് വന്നേ, അമ്മ വിളിച്ചു. മുതലാളിയും റോസമ്മയും എത്തി. എന്താടാ? മകന്റെ നേർക്ക് മുതലാളി കയർത്തു. സ്റ്റീഫനോടുള്ള പക കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കള്ളക്കേസാണ് ഇതെന്നാ ഇവള് പറയുന്നത്. മനസ്സാ വാച ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാ അത്. അതൊന്ന് സത്യം ചെയ്യാനാ. സ്റ്റീഫനോടുള്ള പകയോ? അതെന്തിനാടാ? മുതലാളി അന്വേഷിച്ചു. മുഖമിളറിയത് ഡെയ്സിക്കായിരുന്നു. സ്റ്റീഫനുമായുള്ള തന്റെ ബന്ധം ഇപ്പോൾ സിബി ഡാഡിയോട് വിളിച്ചു പോകുമെന്ന് വാസ്തവമായും അവൾ ഭയന്നു. അടുത്ത ക്ഷണം അവൾ ധൈര്യം സംഭരിച്ചു. സിബി അത് വിളിച്ചു പറഞ്ഞ ഡാഡി അതറിയട്ടെ. എന്ത് പൊട്ടിത്തെറിയുണ്ടായാലും നേരിടുക തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കേണ്ടതല്ലേ. പക്ഷേ ഡെയ്സി ഭയപ്പെട്ടതുപോലെ സംഭവിച്ചില്ല. മറ്റൊരു മറുപടിയായിരുന്നു സിബി പറഞ്ഞത്. അവനൊരു അഹങ്കാരിയാ ഡാഡി. നമ്മളെയൊന്നും അവന് ബഹുമാനമില്ല. പെട്ടെന്ന് ഡെയ്സി ചീറി. ബഹുമാനിക്കണമെങ്കിൽ അതിന് തക്കതായ ഗുണം വല്ലതും വേണം. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെയുള്ള ഗുണം വല്ലതും ഈ കുടുംബത്തിലുള്ളവർക്ക്? കുടുംബത്തിലുള്ളവർക്ക് എന്ത് ഗുണമാടി കുറഞ്ഞത്? മുതലാളി മകളുടെ നേർക്ക് നോക്കി. ഓ, ആർക്കും ഒന്നും കുറഞ്ഞിട്ടില്ല. ദേഷ്യത്തോടെ ഡെയ്സി പുലമ്പി. മുതലാളിയുടെ മുഖത്ത് നേരിയ ചിരിയുണ്ടായി. പിടിച്ചു പറിച്ചും പോക്കറ്റടിച്ചും നടന്ന ഒരുത്തനെ കഴുത്തിന് പിടിച്ചിറക്കി വിട്ടതിന്റെ ദണ്ണം നിനക്ക് ഇനിയും തീർന്നിട്ടില്ലേടി? ഓ, തീർന്നു. ഡെയ്സി മുഖം കൊട്ടി. എന്നിട്ട് തുടർന്നു. ലജ്ജിക്കുക ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്നോർത്ത്. എങ്കിൽ നിനക്ക് തലയ്ക്ക് ഏതാണ്ട് സ്ഥിരക്കേടാ. സിബിയുടെ മറുപടി. ആരുടെ തലയ്ക്കാ സ്ഥിരക്കേടാന്ന് പറയുന്നില്ല ഞാൻ. അമർഷത്തോടെ ഡെയ്സി സ്വന്തം മുറിയിലേക്ക് പോയി. വിഷമത്തോടെ അവൾ ബെഡിലേക്ക് വീണു. അവൾ വീണ്ടും സ്റ്റീഫനെ കുറിച്ച് ഓർത്തു. പോലീസുകാർ സ്റ്റീഫനെ എന്തു ചെയ്യുകയാവും? ഇപ്പോ ഉപദ്രവിക്കുകയാവും, അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ആവും. യഥാർത്ഥത്തിൽ സ്റ്റീഫനാണോ ടയറുകൾ മോഷ്ടിച്ചത്? ഇല്ല, അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല. സ്റ്റീഫനോട് വിരോധമുള്ള ആരോ ചെയ്തതാണത്. പക്ഷെ പോലീസിനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. തൊണ്ടി കണ്ടെടുത്തത് സ്റ്റീഫന്റെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് പോലീസുകാരുടെ ദൃഷ്ടിയിൽ സ്റ്റീഫനാണ് പ്രതി. ഇനി കോടതി വേണം സ്റ്റീഫന്റെ നിരപരാധിത്വം കണ്ടെത്താൻ. സിബിഐ ആയിരുന്നു സംശയം. ആ സംശയത്തിന് അയവ് വന്നിരിക്കുന്നു. ബൈബിൾ പിടിച്ച് സത്യം ചെയ്യാൻ പോലും അവൻ തയ്യാറായ സ്ഥിതിക്ക് അവനെ സംശയിക്കേണ്ട. ഏതായാലും സ്റ്റീഫൻ മോഷ്ടിക്കില്ല, തീർച്ച. മറ്റാരുടെയോ കറുത്ത കൈകൾ അതിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. സ്റ്റീഫനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരണം. എന്തൊക്കെയാണാവോ അതിനുള്ള നടപടികൾ? ആരോടാണ് അന്വേഷിക്കുക? പെട്ടെന്ന് ഡെയ്സിയുടെ മനസ്സിൽ തെളിഞ്ഞത് റോബർട്ടിന്റെ മുഖമാണ്. ഒരിക്കൽ റോബർട്ട് മോഷ്ടാവായിരുന്നു. പലതവണ ജയിലിൽ പോയിട്ടുണ്ടവൻ. പോലീസ് നടപടികളും കേസും എങ്ങനെയൊക്കെയാണെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടാകും. അയാളോട് അന്വേഷിക്കാം.
എന്താണ് ചെയ്യേണ്ടതെന്ന് റോബർട്ട് പറഞ്ഞു തരാതിരിക്കില്ല. പോരെങ്കിൽ മനസ്സിൽ തന്നോടുള്ള കടപ്പാട് സൂക്ഷിക്കുന്നവനുമാണല്ലോ റോബർട്ട്. വൈകുന്നേരമായപ്പോഴേക്കും ഡെയ്സി ഉടുത്തൊരുങ്ങി. മുതലാളിയും സിബിയും പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇനി രാത്രി ഏറെ ഇരുട്ടാതെ അവർ മടങ്ങിയെത്തുമെന്ന് കരുതാൻ വയ്യ. റോസമ്മ മകളോട് അന്വേഷിച്ചു. നീ എവിടെ പോകാൻ ഒരുങ്ങിയാടി? എനിക്കൊരു കൂട്ടുകാരിയെ കാണാനുണ്ട്. സന്ധ്യ മയങ്ങാറായപ്പോഴാണോടി കൂട്ടുകാരിയെ കാണാൻ പോകുന്നത്? ഇവിടെ അടുത്താ, ഞാൻ ഉടനെ ഇങ്ങ് വരും. അമ്മയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഡെയ്സി ഗേറ്റ് കടന്നു. വഴിയിലേക്ക് കാൽവെച്ചതും എവിടെ നിന്നോ പാഞ്ഞെത്തിയ ഒരു കുറുമ്പി പൂച്ച അവൾക്ക് കുറുകെ പാഞ്ഞു. ഒരു നിമിഷം ഡെയ്സി നിശ്ചലമായി. പൂച്ച കുറുകെ ചാടുന്നത് ദുശ്ശകനുമാണ്. ഇന്നത്തെ യാത്ര വേണ്ടെന്ന് വെച്ചാലോ? പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന സ്റ്റീഫന്റെ ഓർമ്മ വീണ്ടും അവളിലുണ്ടായി. ഇല്ല, മുമ്പോട്ട് വയ്ക്കുന്ന കാൽ പിറകോട്ട് വലിക്കുന്ന പ്രശ്നമില്ല. 1 മണിക്കൂർ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റീഫനെ പുറത്തിറക്കാൻ കഴിഞ്ഞാൽ അത്രയുമായി. പോകുന്ന കാര്യം വിജയകരമായി സാധിച്ചു തരണേ എന്ന് മൗനമായി പ്രാർത്ഥിച്ച് ഡെയ്സി മുമ്പോട്ട് നടന്നു. സുദീർഘമായ ഒരു നിദ്രയ്ക്ക് ശേഷം ഉണർന്ന് കുളിച്ച് വേഷം മാറി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയായിരുന്നു റോബർട്ട്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പടി കിടന്ന് തന്റെ വീടിന് നേർക്ക് നടന്നു വരുന്നു ഡെയ്സി. ഏകയായി. കാണുന്നത് സ്വപ്നമാണോ എന്ന സംശയം റോബർട്ടിന് ഉണ്ടാകാതിരുന്നില്ല. സ്വപ്നമല്ലെന്ന ബോധം മനസ്സിലുറച്ചപ്പോൾ ആഹ്ലാദത്താൽ തുള്ളിച്ചാടണമെന്ന് അയാൾക്ക് തോന്നി. അവസാനം ഇതാ ഡെയ്സി തന്റെ ഗുഹയിൽ. വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര വേഗം അവൾ വരുമെന്ന് വിശ്വാസമില്ലായിരുന്നു. പൊടുന്നനെ റോബർട്ടിന്റെ കണ്ണുകൾ പരിസരം ആകെ പാഞ്ഞു. തികച്ചും ശാന്തം, തികച്ചും വിജനം. റോബർട്ടിന്റെ സിരകളിൽ രക്തം ചൂടായി. കാത്തിരുന്ന നിമിഷം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. തികഞ്ഞ ഏകാന്തതയിൽ, തികഞ്ഞ വിജനതയിൽ ഇതാ സ്വപ്നസുന്ദരി തന്റെ മുന്നിൽ. ഡെയ്സി വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആഹ്ലാദത്തോടെ റോബർട്ട് അവളെ എതിരേറ്റു. ഹലോ ഡെയ്സി, വരണം വരണം. ഈ പാപിയുടെ ഗുഹയിലേക്ക് കടന്നു വരാൻ അവസാനം മനസ്സ് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. വിടർന്ന മുഖത്തോടെ ഡെയ്സി മുറിയിലേക്ക് കയറി. പെട്ടെന്ന് തുറന്നു വിടുന്ന വാതിൽക്കതക് റോബർട്ട് വലിച്ചടച്ചു. റോബർട്ടിന്റെ അപ്രതീക്ഷിതമായ പ്രവൃത്തിയിൽ ഡെയ്സിക്ക് ഞെട്ടലുണ്ടായി. എന്നാൽ ഏതെങ്കിലും ഒരു പ്രതികരണത്തിന് അവൾക്ക് കഴിയും മുമ്പേ റോബർട്ട് വിശദീകരിച്ചു. എന്തായാലും ഡെയ്സി ഇവിടെയുള്ള വിവരം മറ്റുള്ളവർ അറിയണ്ട. വാതിൽ തുറന്നുവിടുന്ന വഴിയെ പോകുന്നവർക്കൊക്കെ കാണാം. ഡെയ്സി ഇരിക്ക്. അയാൾ കസേര ചൂണ്ടിക്കാട്ടി. ഡെയ്സിയുടെ മുഖം തെളിഞ്ഞു. ഓ, ഞാനങ്ങ് ഭയന്നു പോയി. റോബർട്ടിന്റെ നേർക്ക് നോക്കി ഡെയ്സി മന്ത്രിച്ചു. എന്തിന്? വാതിൽ വലിച്ചടച്ചത് കൊണ്ടാണോ? അതേ എന്ന അർത്ഥത്തിൽ ഡെയ്സി പുഞ്ചിരിച്ചു. ഞാൻ പഴയ റോബർട്ട് ആയിരുന്നെങ്കിൽ ഡെയ്സിയുടെ ഭയത്തിന് സാധൂകരണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. പാപത്തിന്റെ വഴിയിലേക്ക് ഞാൻ ഇനി ഒരിക്കലുമില്ല. എത്ര നേരം ഡെയ്സി മുറിയിൽ കഴിഞ്ഞാലും, അല്ല, രാത്രി എന്റെ കട്ടിലിൽ എന്നോടൊപ്പം ഉറങ്ങിയാലും ഒരു സ്പർശനം കൊണ്ടുപോലും ഡെയ്സി കളങ്കപ്പെടില്ല. എന്റെ കൂടെ പിറന്ന സഹോദരിയായി മാത്രമേ ഞാൻ ഡെയ്സിയെ കരുതൂ. എനിക്ക് വിശ്വാസമുണ്ട് റോബർട്ട്. അതല്ലെങ്കിൽ ഈ സന്ധ്യ മയങ്ങിയ നേരം തനിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നില്ലല്ലോ. എന്നാലും ഡെയ്സി തനിച്ച് വരേണ്ടിയിരുന്നില്ല. നമ്മുടെ മനസ്സ് എത്ര പരിശുദ്ധമാണെങ്കിലും കാണുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല. തിന്മയുടെ വിചാരങ്ങളല്ലാതെ നന്മയുടെ വിചാരങ്ങൾ ഒന്നിനുമില്ല. എനിക്ക് അങ്ങനെയുള്ള ഉത്കണ്ഠകളില്ല റോബർട്ട്. നന്മ ചെയ്യുന്നവൻ ഒരുത്തം പോലുമില്ലെന്ന് ബൈബിൾ ഉറച്ചു പറയുന്നു. തിന്മ ചെയ്ത് തെറ്റിപ്പോയിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെയുള്ള നമ്മുടെ പരസ്പര ദൂഷണങ്ങൾക്ക് എന്തർത്ഥമാ? ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കുകയുമില്ല. ലോകം മുഴുവൻ തെറ്റെന്ന് പറഞ്ഞാലും എന്റെ മനസാക്ഷി നല്ലതെന്ന് പറയുന്നത് ഞാൻ ചെയ്യൂ. നല്ലവരുടെ ലക്ഷണമാണത്. ലോകത്തെ മറന്ന് മനസാക്ഷിയോട് നീതി പുലർത്തുക. ഡെയ്സിയുടെ എതിരുള്ള കസേരയിലേക്ക് റോബർട്ട് ഇരുന്നു. ഡെയ്സി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. വരേണ്ട ആവശ്യം വന്നു റോബർട്ട്. വിഷാദസാന്ദ്രമായ ഓർമ്മയുടെ വേദനയിൽ എന്നോണം ഡെയ്സിയുടെ മുഖം ആടി. എന്നെ സഹോദരിയെ പോലെ കരുതുന്നു എന്നല്ലേ റോബർട്ട് പറഞ്ഞത്? എങ്കിൽ ഈ സഹോദരിക്ക് വേണ്ടി റോബർട്ട് ഒരു സഹായം ചെയ്യണം. സഹായമോ? ഡെയ്സിക്കോ? പറഞ്ഞോളൂ. ഡെയ്സിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സഹായം എന്തെന്നറിയുമ്പോ കൈ ഒഴിയരുത്. അതെന്റെ ജീവൻ പോയാലും ഉണ്ടാവില്ല ഡെയ്സി. തീർച്ചയാണല്ലോ. ഡെയ്സിക്ക് എന്നെ വിശ്വാസമല്ലേ? ഇതിനടുത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഡെയ്സിയുടെ കൈകൾ രണ്ടും സ്വന്തം നെഞ്ചോട് ചേർത്ത് റോബർട്ട് പറഞ്ഞു. മനുഷ്യത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഡെയ്സിക്ക് വേണ്ടി മരിക്കാൻ പോലും ഈ റോബർട്ട് തയ്യാറാ. സത്യം, സത്യം. എനിക്ക് വിശ്വാസമാ റോബർട്ട്. റോബർട്ടിന്റെ നെഞ്ചിൽ നിന്ന് ഡെയ്സി കൈകൾ പിൻവലിച്ചു. പറ, ഡെയ്സിക്ക് എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? പഴയപടി റോബർട്ട് കസേരയിൽ ഇരുന്നു. റോബർട്ടിനോടായതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ പറയുകയാ ഞാൻ.
സ്റ്റീഫനും ഞാനും തമ്മിൽ സ്നേഹമാണ്. ആ സ്നേഹം തകർക്കാൻ ആരൊക്കെയോ കിണഞ്ഞു പരിശ്രമിക്കുന്നു. എന്റെ സംശയം മുഴുവൻ സിബി ആണെന്നാ. സ്റ്റീഫനോ? അതാരാ? ഒന്നും അറിഞ്ഞുകൂടാത്ത മട്ടിൽ റോബർട്ട് അന്വേഷിച്ചു. അയാളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി ഡെയ്സി പറഞ്ഞു, ശലോമയുടെ ആങ്ങള. ഒരു ഞെട്ടൽ അഭിനയിച്ചു റോബർട്ട്. അയാളുടെ മുഖം പെട്ടെന്നിരുണ്ടു. വരുത്തിക്കൂട്ടിയ ഗദ്ഗതത്തോടെ അയാൾ യാചിച്ചു, ശലോമി. ആ പേരെന്നെ ഓർമ്മിപ്പിക്കാതെ ഡെയ്സി. വീണ്ടും വിചാരമില്ലാതെ നടന്ന കാലത്ത് എനിക്ക് പറ്റിയൊരു വലിയ തെറ്റാത്. അതോർത്ത് എന്റെ നെഞ്ചു നേരാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലെന്നായിരിക്കുന്നു ഇപ്പോ. അവളോട് ചെയ്ത പാപത്തിന് സ്വർഗസ്ഥനായ പിതാവ് എന്നെ ശിക്ഷിക്കാതിരിക്കില്ല ഡെയ്സി. പശ്ചാത്തപിച്ച പ്രായശ്ചിത്തം ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുണ്ടാവില്ലെന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ പശ്ചാത്തപിക്കുന്നു ഡെയ്സി. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാ. എങ്കിൽ പൂർത്തിയാക്കാതെ ഡെയ്സി നിർത്തി. നിമിഷങ്ങളോളം അവർക്കിടയിൽ മൂകത കളിയാടി. ഡെയ്സി തന്നെ ആ മൂകതയെ ഭഞ്ചിച്ചു. സ്റ്റീഫൻ പോലീസ് സ്റ്റേഷനിലാണിപ്പോ. മോഷണ കേസായതുകൊണ്ട് ജാമ്യമെടുത്ത് ഇറക്കിക്കൊണ്ടുവരാൻ പോലും ആരും തയ്യാറാവുന്നില്ല. റോബർട്ട് വിചാരിച്ച പണത്തിന്റെ ചെലവ് മുഴുവൻ ഞാൻ പരിഹരിച്ചോളാം. എന്റെ ഡെയ്സി, മോഷണത്തിന് ജാമ്യം നിൽക്കാൻ ചെന്ന പോലീസുകാരുടെ നോട്ടപ്പുള്ളിയാകും. ഒരു കൊലപാതക കേസിന് ജാമ്യം നിൽക്കാം, പക്ഷെ ഒരു മോഷണ കേസിന് ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞാ നിൽക്കണം. ഈ ഡെയ്സിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ഒരു സഹോദരിയെ പോലെ കരുതുന്നുണ്ടെങ്കിൽ സ്റ്റീഫനെ റോബർട്ട് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരണം. ഡെയ്സി നിർബന്ധിച്ചു. എന്തോ ആലോചിക്കുന്നത് പോലെ റോബർട്ട് മൂകനായി. അവർക്കിടയിൽ വീണ്ടും നിമിഷങ്ങൾ എഴഞ്ഞു. ആ നിമിഷങ്ങളിൽ റോബർട്ടിന്റെ കുബുദ്ധിയിൽ പല തന്ത്രങ്ങളും തെളിയുകയും മറയുകയും ചെയ്തു. സ്റ്റീഫനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ വളരെ വിദഗ്ധമായി ആസൂത്രണം ചെയ്ത മോഷണം ഗംഭീര വിജയമായിരിക്കുന്നു. തൊണ്ടി സഹിതം സ്റ്റീഫൻ പോലീസ് കസ്റ്റഡിയിലായി. എന്നിട്ടും സ്റ്റീഫൻ മോഷ്ടാവാണെന്ന് വിശ്വസിക്കാൻ ഡെയ്സി മടിക്കുന്നു. സിബിയാണത്രേ അവൾക്ക് സംശയം. സ്റ്റീഫനോടുള്ള അവളുടെ പ്രേമം തകർക്കാൻ സിബി ചെയ്ത കുബുദ്ധിയായിരിക്കും പോലും. അങ്ങനെയല്ലെന്ന് ഡെയ്സിയെ വിശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റീഫൻ മോഷ്ടാവാണെന്ന് തെളിയിക്കണം. എന്നാലേ അവനോടുള്ള ഡെയ്സിയുടെ പ്രേമം അവസാനിക്കൂ. ആ പ്രേമം അവസാനിച്ചാലേ തനിക്ക് വിജയിക്കാനാവൂ. സ്റ്റീഫന് പകരം റോബർട്ട്. തന്റെ ഈ വീടിനുള്ളിൽ കട്ടിലിൽ തന്നെ കെട്ടിപ്പുണർന്ന് കിടന്ന് അവൾ മന്ത്രിക്കണം. റോബർട്ട്, അങ്ങയുടെ നെഞ്ചിന്റെ ചൂടേറ്റല്ലാതെ ഈ ഡെയ്സിക്ക് ഉറങ്ങാനാവില്ല. അവളുടെ പേരിൽ ബാങ്കിലുള്ള കനത്ത തുക അപ്പോൾ മാത്രമേ തന്റെ കൈകളിലേക്ക് ഒഴുകിയെത്തൂ. ആ തുക കൈകളിലെത്തി കഴിഞ്ഞു വേണം ഒന്ന് വിലസാൻ. ആ തുക, അതിനുവേണ്ടി എന്ത് സാഹസവും ചെയ്തേ കഴിയൂ. അന്ന് സന്ധ്യ മയങ്ങി കഴിഞ്ഞിരിക്കുന്നത് കണ്ട് ഇനി നാളെ സ്റ്റീഫന് ജാമ്യം എടുക്കാനാവൂ എന്ന് റോബർട്ട് ഡെയ്സിക്ക് മനസ്സിലാക്കി കൊടുത്തു. നാളെ ആവട്ടെ, സ്റ്റീഫനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരും, തീർച്ച. ഡെയ്സിക്ക് റോബർട്ട് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിന്റെ വിശ്വാസത്തിൽ ഡെയ്സി യാത്ര പറഞ്ഞു. അടുത്ത പുലരിയിൽ വീണ്ടും റോബർട്ടിന്റെ വീട്ടിൽ ഡെയ്സി എത്തി. വിഷമിക്കണ്ട ഡെയ്സി, ഇന്ന് 2 മണിക്ക് മുമ്പ് സ്റ്റീഫനെ വീട്ടിലെത്തിച്ചേക്കാം. അതിനു വേണ്ടുന്നതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഡെയ്സി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. പിന്നെ ഒരു കാര്യം, സ്റ്റീഫനെ ഞാനാണ് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരുന്നതെന്ന് സിബിയും മുതലാളിയും അറിയാൻ ഇടവരുത്. അവർക്ക് എന്നോട് പിണക്കം തോന്നും. അതുമാത്രം ഡെയ്സി ശ്രദ്ധിച്ചോണം. ഒന്നും ആരും അറിയുകയില്ല റോബർട്ട്. ഡെയ്സി ഉറപ്പുകൊടുത്തു. അവർ ബംഗ്ലാവിലേക്ക് മടങ്ങി. പ്രഭാതം വളർന്നുകൊണ്ടേയിരുന്നു. ബംഗ്ലാവിൽ വഴിക്കണ്ണുമായി ഡെയ്സി കാത്തിരുന്നു. സ്റ്റീഫനെ നേരിൽ കണ്ടാലേ സമാധാനമാവൂ. പാവം, പോലീസിന്റെ അടിയും തൊഴിയും കൊണ്ട് അവശനായിട്ടുണ്ടാവും. വന്നാലുടൻ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയക്കണം. അതല്ലെങ്കിൽ ഭാവിയിൽ ചോര തുപ്പി കാലം കഴിക്കേണ്ടി വരും. മണിക്കൂറുകൾ വീണ്ടും വീണ്ടും ഇഴഞ്ഞു. മേലെടുത്ത ബംഗ്ലാവിന്റെ ഇരുമ്പ് ഗേറ്റിന് മുമ്പിൽ റോബർട്ടിന്റെ മോട്ടോർ സൈക്കിൾ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ആകാംക്ഷയോടെ ഡെയ്സി ഓടി ഇറങ്ങിച്ചെന്നു. റോബർട്ടിന്റെ മുഖം വിളറിയിരുന്നു. സ്റ്റീഫൻ എവിടെ റോബർട്ട്? ഡെയ്സിയുടെ കണ്ണുകളിൽ ആകാംക്ഷ കത്തുകയായിരുന്നു. സ്വരം താഴ്ത്തി റോബർട്ട് അറിയിച്ചു, സ്റ്റീഫന് ജാമ്യം കിട്ടി. പക്ഷെ ജാമ്യമെടുത്ത ഞാനല്ല, ഭവാനി. വളരെ അവശനായതുകൊണ്ട് അവൾ അവനെ ഏതോ ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുക. ഭവാനിയോ? അതാരെ റോബർട്ട്? വേശ്യ, ഒരു മഹാവേശ്യ. കുറെ കാലമായി സ്റ്റീഫനും അവളും തമ്മിൽ വലിയ ലോഹ്യത്തിലായിരുന്നെന്ന കേൾവി. അവൾക്ക് 10,000 രൂപയുടെ ആവശ്യം വന്നത് പരിഹരിക്കാനാ സ്റ്റീഫൻ ഇവിടുത്തെ കാറിന്റെ ടയർ മോഷ്ടിച്ചെന്ന മനുഷ്യരൊക്കെ പറയുന്നത്. കോടതിയിൽ നിന്ന് അവൾ അവനെ താങ്ങി പിടിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റുന്നത് കണ്ടിട്ട് എനിക്ക് പോലും ലജ്ജയായി പോയി. ഇനിയിപ്പോ കേസ് അവള് തന്നെ നടത്തിക്കോളുമെന്നാ തോന്നുന്നത്. വക്കീലിനെ വരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, റോബർട്ട് പറഞ്ഞു നിർത്തി. ആ വാക്കുകൾ തലയ്ക്കുള്ളിൽ ഒരു വെള്ളിടിയുടെ മുഴക്കമായി മാറുന്നത് പോലെ ഡെയ്സിക്ക് തോന്നി.
സ്റ്റീഫന് അത്ഭുതമായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും താൻ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ, യാതൊരു പരിചയവുമില്ലാത്തവൾ. ഏതെങ്കിലും വിധത്തിൽ ഒരു ബന്ധം ആ സ്ത്രീയുമായി തനിക്കുണ്ടോ എന്ന ഓർമ്മയുടെ ഏടുകൾ സർവ്വതും പരതി ആലോചിച്ചു. ഇല്ല, യാതൊരു ബന്ധവുമില്ല, ഒരു പരിചയക്കാരി പോലുമല്ല. എന്നിട്ടും കോടതിയിൽ വന്ന് ആ സ്ത്രീ തനിക്ക് വേണ്ടി ജാമ്യം എടുത്തിരിക്കുന്നു. കേസ് വാദിക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിരിക്കുന്നു. സ്നേഹവത്സലയായ സഹോദരിയെ പോലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പോലീസുകാരുടെ ക്രൂരത, ഇടിച്ചു ചതച്ച ശരീരത്തിന്റെ നൊമ്പരം മാറാൻ മരുന്നും കുഴമ്പുമിട്ട് തടവി തന്നിരിക്കുന്നു. നേരാനേരങ്ങളിൽ തനിക്ക് വേണ്ട ആഹാരം വരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. കോടതി വരാന്തയിൽ വെച്ചാണ് ആ സ്ത്രീയെ ആദ്യം കണ്ടത്. കൈവിലങ്ങളും പോലീസുകാരുടെ അകമ്പടിയുമായി നിൽക്കുമ്പോൾ നേരത്തെ ഒരു മന്ദസ്മിതവുമായി അവൾ അടുത്തു വന്നു. വിഷമിക്കാനൊന്നുമില്ല സ്റ്റീഫൻ, ജാമ്യമെടുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കേസ് വാദിക്കാൻ വക്കീലിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതത്തോടെ അവരെ തുറച്ചു നോക്കാനേ കഴിഞ്ഞുള്ളൂ. പോലീസുകാർ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ? ജാമ്യം കിട്ടിയാൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. വിഷാദത്തിന്റെ നനവ് ഏറെ പുരണ്ടിരിക്കുന്ന സ്വരം. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആശ്ചര്യപൂർവ്വം അന്വേഷിക്കാതിരിക്കാനായില്ല. വേണ്ട, ഒന്നും സ്റ്റീഫൻ ഇപ്പൊ മനസ്സിലാക്കേണ്ട. സമയമുണ്ട്, സാവകാശം മനസ്സിലാക്കി തരാം. സ്നേഹസ്നോടമായ നിഷേധം. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അപ്പന്റെയും അമ്മയുടെയും മൃതദേഹങ്ങൾ നോക്കി പൊട്ടിക്കരഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കാൻ വികാരിയച്ഛൻ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ ഓർമ്മ വന്നത്. ആരുമില്ലാത്തവരുടെ സഹായത്തിന് ദൈവമുണ്ടാകും മകനെ. ശരിയായിരിക്കും, ആരുമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്ന തന്റെ സഹായത്തിന് ദൈവം അയച്ച ഏതോ ദേവദൂതികയാവാം ആ സ്ത്രീ. കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കാൻ അവൾക്ക് മനസ്സ് തോന്നിയിരുന്നില്ലെങ്കിൽ താനിപ്പോ ജയിലിലെ ഇരുമ്പഴികൾക്കുള്ളിലായിരുന്നേനെ. എന്നാലും അവൾ ആരാണെന്ന് അറിയണമല്ലോ. ആശുപത്രി കട്ടിലിൽ ശരീരത്തിന്റെ വേദന പോലും മറന്ന സ്റ്റീഫൻ അത് തന്നെ ആലോചിച്ചു. റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭവാനി തന്നെ ജാമ്യത്തിലിറക്കിയെന്ന കാര്യം സ്റ്റീഫൻ എങ്ങനെ അറിയാം? ഉച്ചയൂണിനുള്ള വിഭവങ്ങളുമായി എത്തിയപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റീഫൻ അന്വേഷിച്ചു. പറ, നിങ്ങൾ ആരാണ്? അത് അറിഞ്ഞിട്ടല്ലാതെ ഞാൻ ഇനി നിങ്ങൾ കൊണ്ടുവരുന്ന ആഹാരം കഴിക്കില്ല, തീർച്ച. ഒരു കൊച്ചുകുട്ടിയെ പോലെ സ്റ്റീഫൻ ഷാഡി പിടിച്ചു. നേരത്തെ ഒരു മന്ദഹാസത്തിൽ ഭവാനിയുടെ മുഖം വിടർന്നു. വശ്യമായൊരു ഭാവത്തിൽ സ്റ്റീഫന്റെ കണ്ണുകളിലേക്ക് ഏറെ നേരം അവൾ നോക്കിയിരുന്നു. ആ കൺകോണുകളുടെ നീർമുനകൾ ഹൃദയാന്തരങ്ങളിൽ എങ്ങോ നേരിയ ചലനങ്ങൾ ഉണർത്തുന്നത് സ്റ്റീഫൻ അറിഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയുമ്പോ സ്റ്റീഫൻ എന്നോട് പിണക്കം തോന്നും. അതാണ് പരിചയപ്പെടുത്താൻ എനിക്കുള്ള മടി. ഇല്ല, ഞാൻ എന്തിനെ പിണങ്ങുന്നത്? ആപത്തുവേളയിൽ മാലാഖയെ പോലെ എന്നെ സഹായിച്ച സ്ത്രീയാണ് നിങ്ങൾ. ഗുണമല്ലാതെ ദോഷമൊന്നും നിങ്ങൾ എനിക്ക് ചെയ്തിട്ടില്ലല്ലോ. ഞാനൊരു പിഴച്ച പെണ്ണാണ് സ്റ്റീഫൻ. എന്ന് വെച്ചാ ആളുകളൊക്കെ ഞാനൊരു വേശ്യയാണെന്നാ പറയുന്നത്. ഒരു നടുക്കം സ്റ്റീഫന്റെ മുഖത്ത് നിറഞ്ഞു. വേശ്യയോ? അതെ. ഇതറിയുമ്പോൾ സ്റ്റീഫൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുമെന്നറിയാം. അതാണ് പരിചയപ്പെടുത്താൻ മടിച്ചത്. വേശ്യകളോട് എനിക്ക് സ്നേഹമില്ല. പക്ഷേ അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പാൻ മാത്രം അധപ്പതിച്ചൊരു സംസ്കാരമല്ല എന്റേത്. ജനിച്ചപ്പോ ഞാനൊരു വേശ്യയല്ലായിരുന്നു. പക്ഷെ മാന്യനെന്ന് ഞാൻ വിശ്വസിച്ചൊരു മനുഷ്യന്റെ വഞ്ചന എന്നെ വേശ്യയാക്കി. ഭവാനി തന്നെ ഭവാനി എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയാത്തവരില്ല. ഭവാനി, പാറമടയിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അതെ, ആ ഭവാനി തന്നെയാ ഞാൻ. എന്നെ വേശ്യയാക്കിയ മനുഷ്യനോടുള്ള പ്രതികാരത്തിനാണ് ഞാൻ സ്റ്റീഫനെ ജാമ്യത്തിലിറക്കിയതും കേസ് നടത്താൻ വക്കീലിനെ ഏർപ്പാട് ചെയ്തിരിക്കുന്നതും. സ്റ്റീഫന്റെ മുന്നിൽ ക്ലീറ്റസ് മുതലാളി എന്ന മനുഷ്യൻ തോറ്റു തുന്നം പാടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ക്ലീറ്റസ് മുതലാളിയോ? അതെ, എന്നെ വഞ്ചിച്ച നീചൻ, എന്നെ വേശ്യയ്ക്ക് ദുഷ്ടൻ. ഇപ്പോ അയാൾ സ്റ്റീഫനെ കള്ളനാക്കിയിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രമാണ് എല്ലാം. സ്റ്റീഫൻ അറിയാമോ? ഉത്തരത്തിന് എന്നോണം നിമിഷങ്ങളോളം ഭവാനി കാത്തു. ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് അയാളുടെ മകൻ സിബിയുടെ കുബുദ്ധിയായിരിക്കും ഈ ചതിവെന്നായിരുന്നു. അവന് കുറെ കാലമായി എന്നോട് വൈരാഗ്യമാ. എന്തിനാ അവനെ സംശയിക്കുന്നത്? ഇത് മുഴുവൻ ആ മുതലാളി ഒരുത്തന്റെ തന്ത്രമാ. പാവം സ്റ്റീഫൻ ബലിയാടായി. വേശ്യ എന്ന പേരുദോഷമുള്ളതുകൊണ്ട് എനിക്ക് പരസ്യമായി സ്റ്റീഫനെ സഹായിക്കാനാവില്ല. എന്നാലും എന്റെ ആത്മാർത്ഥമായ പിന്തുണ എല്ലാ കാര്യത്തിലും സ്റ്റീഫൻ ഉണ്ടാവും. വേശ്യ, നാട്ടുകാർക്ക് മുമ്പിൽ ആരായാലും നീ എനിക്കൊരു സഹോദരിയെ പോലെയാണ്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഭവാനി എനിക്ക് ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല, തീർച്ച. എങ്കിൽ ഞാൻ കൊണ്ടുവന്ന ചോറ് സ്റ്റീഫനിനി ഉണ്ണരുതോ? ഉണ്ണാം, എനിക്ക് നല്ല വിശപ്പുണ്ട്. സ്റ്റീഫൻ അവളുടെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. ഭവാനി സ്റ്റീഫന് ചോറ് പാത്രത്തിൽ തുറന്നു വെച്ചു കൊടുത്തു. ഉരുള ഉരുട്ടി സ്റ്റീഫൻ അത് വാരി ഉണ്ണുന്നത്
ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ നോക്കിയിരുന്നു. സംതൃപ്തിയുടെ പ്രഭാപൂർണമായൊരു പുഞ്ചിരി അപ്പോൾ അവളുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ പുഞ്ചിരിയുടെ അകമ്പടിയിൽ റോബോട്ടിന്റെ ഉദ്ബോധനം അവളുടെ കാതുകളിൽ അനുരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. സ്റ്റീഫന് നിന്നോടൊരു അടുപ്പമുണ്ടായാലേ എനിക്ക് ഡെയ്സിയെ തെറ്റിദ്ധരിപ്പിക്കാനാവൂ. ആ തെറ്റിദ്ധാരണയിലൂടെ വേണം ഡെയ്സി എനിക്ക് വശീകരിക്കാൻ. 10 100 ഒന്നും അല്ലടി, ബാങ്ക് ബാലൻസായി അവളുടെ അക്കൗണ്ടിലുള്ളത് ലക്ഷങ്ങൾ. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.